ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വീട് പൊളിക്കുന്നതിനെതിരെ ബേവിഞ്ചയിൽ കുടുംബനാഥൻ ആത്മഹത്യ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ താൽക്കാലിക ഒത്തുതീർപ്പ്. കളക്ടർ ഇടപെട്ടുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന എംഎൽഎയുടെ ഉറപ്പിനെ തുടർന്ന് ആത്മഹത്യാ ഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി ഗൃഹനാഥൻ. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച കെട്ടിടം ഉടമ, കരാറുകാർ, ദേശീയപാത അധികൃതർ എന്നിവരുമായി ചർച്ച നടത്തും. ചർച്ചയിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും എന്നെ നെല്ലിക്കുന്ന എംഎൽഎ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ മണിക്കൂറുകളോളം മുന്നേ നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഉദ്യോഗജനമായ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ തൽക്കാലം ഒരായി വന്നിട്ടുണ്ട്, മറ്റൊന്നുമല്ല. അപ്പോൾ നാളെ കളക്ടറുടെ സാന്നിധ്യത്തിൽ എസ്.പിയും അതുപോലെ തന്നെ NHAയുടെ അധികൃതരും യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കും. അപ്പോൾ വീട്ടുകാർക്ക് ന്യായവും നീതിയും ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ ഇവരുടെ വീട് പൊളിക്കുന്നില്ല, മതിൽ മാത്രമാണ് പൊളിക്കുന്നത് എന്ന ന്യായീകരണമാണ് NHAയുടെ ഭാഗത്തുള്ളത്. അപ്പോൾ വീടിൻ്റെ ഇതുവരെ കോമ്പൗണ്ടിൻ്റെ ഇതുവരെ പൊളിച്ചു മാറ്റുകയാണെങ്കിൽ പിന്നെ ഈ വീട് ഒന്നിനും കൊള്ളില്ല, ഒരു ഉപയോഗത്തിലില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് സ്ഥലത്തിന് മതിയായ കോമ്പൻസേഷൻ കിട്ടണം, വീടിന് മതിയായ കോമ്പൻസേഷൻ കിട്ടണം. വീടിന് കോമ്പൻസേഷൻ നൽകാമെന്നുള്ള ഉത്തരവാണ് കളക്ടർ നേരത്തെ ഉണ്ടായിരുന്നത്. ആ ഉത്തരവിനെതിരെയാണ് NHAയുടെ അധികൃതർ കോടതിയിൽ പോയത്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് അതിനെതിരെ ഞങ്ങൾക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. മാത്രമല്ല ഇവരും കോടതിയിൽ പോയിരുന്നു വീട്ടുകാർ. അപ്പോൾ അതൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് NHAയുടെ അധികൃതർ പറയുന്നത്. അതിൻ്റെ ഫലത്തിലാണ് ഇന്ന് അപ്പോൾ അവരിവിടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ ദൈനത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം നൽകാതെ വീട് പൊളിക്കാൻ തുടങ്ങിയതിനെതിരെ ഞായറാഴ്ച രാവിലെയാണ് ഗ്യാസ് സിലിണ്ടറുമായി വീടിന് മുകളിൽ കയറി കുടുംബനാഥൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 8 പേരടങ്ങുന്ന കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു ഭീഷണി. റോഡും വീടിന്റെ ബെഡ്റൂമും അടങ്ങുന്ന ഭാഗമാണ് ദേശീയപാതയ്ക്കായി വിട്ടു നൽകേണ്ടത്. എന്നാൽ ഇതുവരെയും 1 രൂപ പോലും ലഭിച്ചില്ലെന്നാണ് വീട്ടുകാരുടെ ആരോപണം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.